നമസ്കാരം. ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് അബ്രഹാം ഹെറോൾഡ് മാസ്ലോയെ കുറിച്ചാണ്. മാസ്ലോയെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഹ്യൂമനിസ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജിയുടെ ഫാദറാണ് അബ്രഹാം ഹെറോൾഡ് മാസ്ലോ, ഫാദർ ഓഫ് ഹ്യൂമനിസ്റ്റിക് സ്കൂൾ ഓഫ് സൈക്കോളജി. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയുടെ ഫാദറാണ്, അമേരിക്കൻ തിങ്കറാണ് അബ്രഹാം ഹെറോൾഡ് മാസ്ലോ. അപ്പോൾ ഹ്യൂമനിസ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജിയിലെ ഫേമസ് ആയിട്ടുള്ള ഫൗണ്ടിങ് ഫിഗറാണ് അബ്രഹാം ഹെറോൾഡ് മാസ്ലോ. 1960s ഹ്യൂമനിസ്റ്റിക് സ്കൂൾ ഓഫ് സൈക്കോളജി ഡെവലപ്പ് ചെയ്യുന്നത്. അമേരിക്കയിൽ ഡെവലപ്പ് ചെയ്ത ഒരു സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് ഹ്യൂമനിസ്റ്റിക് സ്കൂൾ ഓഫ് സൈക്കോളജി. സെക്കൻഡ് വേവ് ഇൻ സൈക്കോളജി എന്നറിയപ്പെടുന്നത് ഹ്യൂമനിസ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജിയാണ്. സെക്കൻഡ് വേവ് ഇൻ സൈക്കോളജി, രണ്ടാം തരംഗം എന്നറിയപ്പെടുന്നത് ഹ്യൂമനിസ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തിയറിയാണ് ഹയറാർക്കി ഓഫ് നീഡ് തിയറി, അല്ലെങ്കിൽ നീഡ് ഹയറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ, അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി. അപ്പോൾ ഹയറാർക്കി ഓഫ് നീഡ് തിയറി, അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി, അല്ലെങ്കിൽ നീഡ് ഹയറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ. ഹയറാർക്കി ഓഫ് നീഡ് തിയറി, അല്ലെങ്കിൽ നീഡ് ഹയറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ ഓർ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി. ആത്മസാക്ഷാത്കാര സിദ്ധാന്തം അത് കൊണ്ടുവന്നത് അബ്രഹാം ഹെറോൾഡ് മാസ്ലോയാണ്. അതിൽ ഏറ്റവും ബേസിക് ലെവൽ നീഡ് ആദ്യത്തെ തിയറിയിൽ 1943 ഈ തിയറി കൊണ്ടുവരുന്നത്. മോട്ടിവേഷൻ എന്ന ഭാഗത്തെ ഒരു തിയറിയാണിത്. മോട്ടിവേഷൻ എന്ന ഭാഗത്തെ ആദ്യത്തെ തിയറിയാണ് അബ്രഹാം ഹെറോൾഡ് മാസ്ലോയുടെ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി. അപ്പോൾ ആദ്യത്തെ തിയറിയിൽ 1943 ഏറ്റവും ബേസിക് ലെവലിൽ വരുന്ന നീഡ് ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഫിസിയോളജിക്കൽ നീഡാണ്, ശാരീരികമായ ആവശ്യങ്ങൾ, ഫിസിയോളജിക്കൽ നീഡ്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നീഡ് എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് ആണ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഓക്കെ, ഏറ്റവും ബേസിക് നീഡ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡാണ്. ഏറ്റവും ഹയർ നീഡ് എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് ആയിരുന്നു സെൽഫ് ആക്ച്വലൈസേഷൻ തിയറിയിൽ. അപ്പോൾ നീഡ് ഹയറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ കൊണ്ടുവന്നത് അബ്രഹാം ഹെറോൾഡ് മാസ്ലോയാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്ന് അതിനെ വിളിക്കുന്നു. കാരണം ആ തിയറിയുടെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് ഈ തിയറി റിവൈസ് ചെയ്യുന്നുണ്ട്. റിവൈസ്ഡ് തിയറിയിൽ ഏറ്റവും ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ട്രാൻസെൻഡൻസ് നീഡ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, 1943 ഫസ്റ്റ് തിയറിയിൽ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി ആയിരുന്നു, അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ ആയിരുന്നു ഹയസ്റ്റ് നീഡായിട്ട് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് അത് എന്തായിട്ട് മാറി? റിവൈസ് ചെയ്തപ്പോൾ ട്രാൻസെൻഡൻസ് നീഡ് ആയിട്ട് മാറുന്നു. അതുപോലെ ഡെഫിഷ്യൻസി നീഡ്സ്, ഗ്രോത്ത് നീഡ്സ് എന്നിങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള നീഡ്സിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? അത് അബ്രഹാം ഹെറോൾഡ് മാസ്ലോ ആണ്. അബ്രഹാം ഹെറോൾഡ് മാസ്ലോയുടെ ബേസിക് നീഡ്സിനെ വിളിക്കുന്ന പേരാണ് ഡെഫിഷ്യൻസി നീഡ് എന്ന് പറയുന്നത്. ഡെഫിഷ്യൻസി നീഡ് എന്ന് പറയുമ്പോൾ ബേസിക് ലെവൽ നീഡ്സ് ആണ്. എന്നാൽ ഗ്രോത്ത് നീഡ് എന്ന് പറയുമ്പോൾ ഹയർ ലെവൽ നീഡ്സിനെയാണ് ഗ്രോത്ത് നീഡ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ, അല്ലെങ്കിൽ ട്രാൻസെൻഡൻസ്, കൊഗ്നിറ്റീവ് നീഡ്സ്, ഇതെല്ലാം എന്താണ്? ഹയർ നീഡ്സ് ആണ്. അതായത് ഹയർ ലെവലിൽ വരുന്നതാണ്. അപ്പോൾ ആ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് വളരെ ബ്രീഫായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ മാത്രം പറയുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ കേട്ടറ്റ്, സീടെറ്റ്, സെറ്റ് എക്സാം, ബി.എഡ് ഫൈനൽ സെമസ്റ്ററിന്റെ MCQ പരീക്ഷ എന്നിവയ്ക്ക് ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ക്ലാസ്സുകൾ നമ്മുടെ ഇഗ്നിയസ് അക്കാഡമി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ഗുണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വളരെ ഫെയർ പ്രൈസിൽ നിങ്ങൾക്ക് വളരെ ക്വാളിറ്റി ഉള്ള കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന അക്കാഡമിയാണ് ഇഗ്നിയസ് അക്കാഡമി. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നഷ്ടപ്പെടുത്താതെ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ബാക്കി പഠിക്കാം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അദ്ദേഹം മോട്ടിവേഷൻ എന്ന ഭാഗത്താണ് അദ്ദേഹത്തിന്റെ തിയറി കൊണ്ടുവന്നത്. അപ്പോൾ മോട്ടിവേഷൻ എന്നതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എ തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അബ്രഹാം ഹെറോൾഡ് മാസ്ലോയാണ്. തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ എന്ന പുസ്തകം, മോട്ടിവേഷൻ ആൻഡ് പേഴ്സണാലിറ്റി എന്ന പുസ്തകം, ടുവേർഡ് എ സൈക്കോളജി ഓഫ് ബീയിങ് എന്ന പുസ്തകം. അപ്പോൾ 3 പുസ്തകങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കുക. എ തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ ആൻഡ് പേഴ്സണാലിറ്റി, ടുവേർഡ് എ സൈക്കോളജി ഓഫ് ബീയിങ്. എ തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ ആൻഡ് പേഴ്സണാലിറ്റി, ടുവേർഡ് എ സൈക്കോളജി ഓഫ് ബീയിങ് എന്നീ പുസ്തകങ്ങൾ അബ്രഹാം ഹെറോൾഡ് മാസ്ലോയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് അബ്രഹാം ഹെറോൾഡ് മാസ്ലോ. അദ്ദേഹം ഫാദർ ഓഫ് അമേരിക്കൻ ഹ്യൂമനിസ്റ്റ് സൈക്കോളജി, സെക്കൻഡ് വേവ് ഇൻ സൈക്കോളജി എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഹയറാർക്കി ഓഫ് നീഡ് തിയറി, അല്ലെങ്കിൽ നീഡ് ഹയറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ. അതിന്റെ ഏറ്റവും ഹയസ്റ്റ് നീഡ് എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്നും വിളിക്കുന്നു. അതുപോലെ തന്നെ റിവൈസ്ഡ് വെർഷനിൽ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള നീഡായിട്ട് പറയുന്നത് ട്രാൻസെൻഡൻസ് നീഡ്സിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ ഹ്യൂമൻ നീഡ്സിനെ അദ്ദേഹം ഡെഫിഷ്യൻസി നീഡ്സ് എന്നും ഗ്രോത്ത് നീഡ്സ് എന്നും രണ്ടായി തിരിക്കുന്നു. ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ബേസിക് ലെവൽ നീഡ്സ് ആണ്. ഗ്രോത്ത് നീഡ്സ് എന്ന് പറയുമ്പോൾ ഹയർ ലെവൽ നീഡ്സ് ആണ്. ഓക്കെ,
നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. താങ്ക് യു.